പുല്ലിൻകുന്ന് ALP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരെ, അധ്യാപകരെ, എല്ലാവർക്കും ഞാൻ വിജയം നേരുകയാണ്, നന്മ ആശംസിക്കുകയാണ്. ഒരു പുതിയ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മളിതുവരെ പ്രതീക്ഷിക്കാത്തൊരു കാലം. ഈ സമയത്ത് നമ്മൾ കലാമേള ആഘോഷിക്കുന്നു. നമുക്കതിന് സാധിക്കുന്നു അല്ലേ? പഴയ കാലത്താണ് ഒരു പക്ഷേ അതിന് സാധിച്ചോളന്നില്ല ഇങ്ങനൊരു അവസ്ഥ വന്നാൽ. നമ്മളെ എപ്പോഴും പിടിച്ചു നിർത്തുന്നതും നമുക്ക് ശക്തി പകരുന്നതും നമ്മുടെ ആത്മധൈര്യം വളർത്തുന്നതും കലയും സാഹിത്യവും ആണ്. വായനയാണ് അതിൻ്റെ പ്രധാനമായ ഒരു ഘടകം. വായനയില്ലാതെ സാഹിത്യവും കലയൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാരും മത ആചാര്യന്മാരും ഒക്കെ നമുക്ക് വായനയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നത്. വായിക്കണം. കവികളൊക്കെ പറയാറുണ്ടല്ലോ, വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞു പോകുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കല എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒറ്റപ്പെട്ടു പോയാലും, ഏകാന്തതയിലാണെങ്കിലും, ഗുഹക്കകത്താണെങ്കിലും, ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മുടെ വീട്ടിനുള്ളിൽ ആണെങ്കിലും കല, സാഹിത്യം എന്നിവ നമുക്ക് കൂടെ ഉണ്ടാവും. ആ സാഹിത്യവും കലയും നമുക്ക് ധൈര്യം പകരും. വെറുതെ ഇരിക്കുമ്പോൾ, മുഷിക്കുമ്പോൾ നമുക്ക് ധൈര്യം തരുന്നത് നമ്മുടെ ഈ ശേഷികളാണ്. സാഹിത്യം, എഴുത്ത്, പാടാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആനന്ദവും അതോടൊപ്പം ആത്മധൈര്യവും വിശ്വാസവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ചിത്രങ്ങൾ എത്ര വേണമെങ്കിലും വരയ്ക്കാമല്ലോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല വരയ്ക്കാൻ, ഇത്രയ്ക്കും പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും പഠനം വളരെ ലളിതമാണല്ലേ? ലളിതമാക്കിയത് നിങ്ങൾക്ക് കഴിയുന്നത്ര മനസ്സിലാക്കിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കൂടി, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടിയാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. ആ പുസ്തകങ്ങൾ വായിക്കാൻ ഇപ്പോൾ നല്ല അവസരമാണല്ലോ. ഒരു കഥ വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തെല്ലാം ധൈര്യം തരും. രോഗികൾ വരെ ഇന്ന് നോവലുകളൊക്കെ വായിച്ചിട്ടാണ്, വലിയ വലിയ രോഗികൾ, അതായത് ക്യാൻസർ പോലുള്ള രോഗികൾ, കുട്ടികളായ രോഗികളുണ്ട്, അവരെല്ലാം വായിക്കുന്നത് നോവലുകൾ വായിച്ചിട്ട് ആത്മധൈര്യം സമ്പാദിച്ചുകൊണ്ടാണ്. ഒരു പുസ്തകം വായിച്ചാൽ അതിൽ നിന്ന് ധൈര്യം കിട്ടും, ആത്മവിശ്വാസം കിട്ടും, അറിവ് കിട്ടും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ കലാമേള അതിനുകൂടി ഉപകരിക്കും, യാതൊരു സംശയമില്ല. ഇത്തരം നല്ലൊരു ബോധം നിങ്ങളുടെ സ്കൂളിലെ എല്ലാവർക്കും ഉണ്ടായതിൽ, അധ്യാപകർക്കൊക്കെ ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ഈ കലാ സാഹിത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും, സാംസ്കാരികമായി മാറ്റും, നമ്മുടെ വ്യക്തിത്വത്തെ ആകെ മാറ്റിക്കളയും. എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനായി തീരും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ, എഴുതുന്ന കവിതകൾ, കഥകൾ എല്ലാം അത് നിങ്ങൾ വെറുതെ എഴുതി കളയാതെ അത് സൂക്ഷിച്ചു വെക്കുക. നല്ലൊരു കാലം വരാനിരിക്കുന്നു. അത് നേടണമെങ്കിൽ നമുക്ക് ഈ സാഹിത്യത്തെയും കലയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. പലരും ഈ കാലഘട്ടത്തിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റുകൾ ടെലിഫിലിമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ ലോകത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കല കൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ കഥകൾ ഒരുപക്ഷെ എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് അവർ. പക്ഷെ കഥയുടെ ഒരു കാര്യം ഞാൻ പറയാം. 1001 രാവുകൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, അറബിക്കഥ. 1001 രാവുകൾ. ഈ അലാവുദ്ദീനും അത്ഭുത വിളക്കും, ആലിബാബയും 40 കള്ളന്മാരും എന്നൊക്കെയുള്ള
കുറച്ച് കഥകൾ അതിലുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ആ കഥയുടെ പ്രമേയം എന്ന് പറയുന്നത്, ഒരു രാജാവ് ആ നാട്ടിലുള്ള പെൺകുട്ടികളെ മുഴുവനും ഓരോ ദിവസവും ഓരോ കുട്ടിയെ കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഒരു രാജാവിനുണ്ടായിരുന്നത്. ആ നാട്ടിലെ പെൺകുട്ടികളൊക്കെ തീർന്നപ്പോൾ മന്ത്രി തൻ്റെ പെൺകുട്ടിയെ, തനിക്കും പെൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയെ നൽകേണ്ടി വന്നു. മന്ത്രിയുടെ കുട്ടി പറഞ്ഞു, ഞാൻ പോകാം, എന്നെ ആയിരിക്കട്ടെ ഈ പ്രാവശ്യം വധിക്കുന്നത്. അങ്ങനെ ആ കുട്ടി തൻ്റെ സഹോദരിയും കൂട്ടിപ്പോയി. അവിടെ പോയി ആ സഹോദരി പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, എൻ്റെ സഹോദരിക്ക് ധാരാളം കഥ അറിയാം, അവളത് പറയും, ഇന്ന് ആ കഥ നമുക്ക് കേൾക്കാം, എന്തിനു മാത്രമേ എന്നെ നിങ്ങൾ വധിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരിയുടെ കഥ കേട്ടു. അപ്പോൾ ആ സഹോദരി കഥയുടെ അവസാനത്തിൽ ബാക്കി കഥ തീർന്നിട്ടില്ല, ബാക്കി നാളെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം കഥ പറഞ്ഞു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഥ പറഞ്ഞു, കഥ തീർന്നില്ല. അതിനൊക്കെ ഒരു ചെറിയൊരു ബാലൻസ് വെച്ചു, കാരണം അത് തീർന്നു പോകാൻ പാടില്ല. അങ്ങനെ അവസാനം 1000 കഥകൾ പറഞ്ഞു ആ രാജാവിന് ആ പെൺകുട്ടിയെ വധിക്കാൻ സാധിച്ചില്ല. അതിന് രാജാവ്, എന്തിനാണ് ഞാൻ ഈ കുട്ടിയെ വധിക്കുന്നത് എന്നാലോചിച്ച് അതിന് പിന്തിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ നാട്ടിലെ ബാക്കിയുള്ള വരുന്ന എല്ലാ കുട്ടികളെയും പെൺകുട്ടികളെ രക്ഷിക്കാൻ ഒരു കഥയ്ക്ക് സാധിച്ചുവെങ്കിൽ നമുക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ സാധിക്കും അല്ലേ. സമയം നീണ്ടു പോകുന്നുണ്ട്. ഞാനൊരു വയസ്സിനെ പറ്റിയുള്ള, ജീവിതവും വയസ്സും തമ്മിലുള്ള ഒരു ചെറിയൊരു കവിതയും കൂടെ അവതരിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. ഒന്നിലും നിൽപ്പുറക്കാത്ത ഒന്ന്, അമ്മിഞ്ഞപ്പാൽ ചുണ്ടാൽ കുഞ്ചുന്ന 2, മൂക്കിയിരൊലിപ്പിച്ചിരിക്കുന്ന 3, നാടാകെ തെണ്ടുന്ന 4, പള്ളിക്കൂടത്തിലെ ബെഞ്ചിലഞ്ച്, 5 വരെയുള്ള വയസ്സ്. നാളേറെ അങ്ങനെ നാളേറെ ചെല്ലുമ്പോൾ ഇരയുലകവും പുല്ലെന്ന നാട്യത്താൽ 20. കൗമാരം കഴിഞ്ഞു ഈ യുവത്വത്തിലേക്ക് കരടുത്തു. മൂപ്പെത്തും 30, കൽപ്പിക്കും 40, വമ്പിറ്റോര് 50. അത് കഴിഞ്ഞാൽ പിന്നെ പിറുപിറുക്കും 60, പഴുതുകൾ വീണോര് 70, മൺപത്തും 80, 90, 100. ബാക്കി എത്രയായിരിക്കും? നമുക്കൊരു അതറിയാനുള്ള ആകാംക്ഷയുണ്ടല്ലേ. വെണ്ണീർ 80, 90, 100 വെണ്ണീർ. മനുഷ്യൻ്റെ അവസാനത്തെ ഒരു അവസ്ഥ. ഈ കഥയിൽ നിന്ന് നമ്മുടെ പ്രായവും സ്വഭാവവും മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ ഈ കഥയോടുകൂടി ഞാൻ നിങ്ങളുടെ കലാമേള ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നെ ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുകയും അവസരം തരികയും ചെയ്ത ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എന്നെ വിളിച്ച ആരിഫ ടീച്ചർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ പുല്ലുംകുന്ന് LP സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ വർഷത്തെ കലോത്സവം കോമാനിയ 2020 എന്ന ശീർഷകത്തിലൂടെ നടത്തുവാൻ തീരുമാനിക്കുകയും കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ വളർത്തിയെടുക്കുകയും തീരുമാനിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, 2 ദിവസം മുമ്പ് അന്തരിച്ച മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. മലയാള കവിതയിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിക്കുകയും ഉപനിഷത്തുകളുടെ ആശയം മുതൽ ധാർമ്മിക ചിന്തകൾ, ഇന്ത്യൻ തത്വചിന്തകളും ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്ന കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വെളിച്ചം ദുഃഖമാനുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന പഠിപ്പിച്ച്
ഫലിപ്പിച്ച അക്കിത്തം നമ്പൂതിരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ലോകത്തെ തന്നെ പിടിച്ചുകെട്ടിയ കൊറോണ എന്ന മഹാമാരി പിടിപെട്ടപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പൂട്ടിയ സ്കൂൾ പിന്നീട് തുറക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുകയാണ് ഓരോ സ്കൂളിലെ അധ്യാപകരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടും കൃത്യനിഷ്ഠതയോടും കൂടി പഠിക്കുക. വർക്കുകൾ ആത്മാർത്ഥമായി ചെയ്യുക. നമ്മുടെ സ്കൂളിൻ്റെ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ പുരോഗമന പാതയിലാണ്. നല്ല പരിചയസമ്പന്നരായ അധ്യാപകരും അതുപോലെ നല്ല വിദ്യാഭ്യാസം സ്വീകരിച്ച് ഉന്നതിയിലെത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ് അതിന് ഉദാഹരണമാണ്. വെറും 20 കുട്ടികളുണ്ടായിരുന്ന 4ാം ക്ലാസ്സിൽ നിന്നും 4 കുട്ടികൾ LSS നേടാൻ സാധിച്ചു. അതിന് സാധിച്ചത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ കഴിവ് കൊണ്ടാണ്. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഓൺലൈനിലൂടെയും കോമാനിയ 2020 എന്ന കലോത്സവം നടത്തുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഷാജു മാഷിനും അതുപോലെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ മകളെ പഠിപ്പിക്കാൻ സാധിച്ച ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആരിഫ ടീച്ചർക്കും ജസീറ ടീച്ചർക്കും നൗഫൽ മാഷിനും സുരേഷ് മാഷിനും സർവോപരി നമ്മുടെ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയുമായ സുജാത ടീച്ചർക്കും അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കോമാനിയ 2020 ഇന്ന് ഈ കലോത്സവത്തിൽ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുടെ പ്രതിനിധി എന്ന നിലയിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. വകുപ്പുകളും നടത്തിയ പ്രിയപ്പെട്ട HM-നെയും അധ്യാപകരെയും അതോടൊപ്പം PTA കമ്മിറ്റിയെയും വിദ്യാർത്ഥികളെയും ഒപ്പം നിൽക്കുന്ന രക്ഷിതാക്കളെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. COVID-19 ഭാഗമായുള്ള പഠന പ്രവർത്തനങ്ങളടക്കം വലിയ പരിമിതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കുട്ടികളെ പഠനരംഗത്തേക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം മറ്റ് വിവിധ സംവിധാനങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിമിതികളേറെയുണ്ടെങ്കിലും ഒരു അധ്യയന വർഷം തന്നെ നമുക്ക് ഈ ഒരു വെല്ലുവിളിയെ നേരിടേണ്ട അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠന പ്രവർത്തനത്തിൽ ഒട്ടും പിറകോട്ട് പോകാതെ എല്ലാ വിദ്യാർത്ഥികളും തങ്ങൾക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന ഓൺലൈനിലൂടെ കിട്ടുന്ന പഠന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഈ അധ്യയന വർഷത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ പുതിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ കഴിയാവുന്ന വിധത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അതിന് അധ്യാപകരും രക്ഷിതാക്കളും PTA കമ്മിറ്റിയും ഒക്കെ നന്നായി നേതൃത്വം കൊടുക്കണം. ഓരോ വിദ്യാർത്ഥിയും അന്നന്ന് ലഭിക്കുന്ന ക്ലാസ് സമയബന്ധിതമായി തന്നെ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ചെയ്യേണ്ടതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ കഴിയണം. കലാപ്രവർത്തന രംഗത്ത് ഈ ഒരു സമയപരിധിക്കുള്ളിൽ വലിയ വെല്ലുവിളിയാണ് ഉള്ളത്. എന്നാലും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോ തരത്തിലുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ എല്ലാവിധത്തിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നമുക്ക് മികച്ച വിജയം പഠനത്തോടൊപ്പം തന്നെ കലാരംഗത്തും കായിക രംഗത്തുമൊക്കെ നമുക്ക് ഉള്ള കഴിവുകളെ നഷ്ടപ്പെടാതിരിക്കാനും കൂടുതൽ മികച്ച കഴിവുറ്റവരാക്കി മാറ്റാനും കഴിയുന്ന വിധത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അതിന് ഈ കലാമേള നിങ്ങൾക്ക് ഉപകരിക്കുമാറാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഈ പരിപാടിയിൽ സമയബന്ധിതമായി പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ വിജയാശംസകൾ നേരുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ഒട്ടും പ്രോട്ടോകോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൈവിടാതെ നമ്മുടെ വീടുകളിലേക്ക് ഈ രോഗത്തെ കടന്നു വരാതിരിക്കാനുള്ള കൈ കഴുകലും അകലം പാലിക്കലും സാനിറ്റൈസർ ഉപയോഗിക്കലും മാസ്ക് ധരിക്കലുമൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും നൽകിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.
ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ പത്തുപതും പമ്മി നടക്കുമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാൾ അവർ രണ്ടുപേരും പന്തയം വെച്ചു, ഓട്ടപ്പന്തയം വെച്ചു. മലയോരം കാടുവാനം മത്സരം തിരിഞ്ഞപ്പോൾ കുറേയേറെ പിന്നിലായി കണ്ടു, പാവം അമ്മയെ കണ്ടു. സഹതാപം കണ്ടു. പത്തുപതും പമ്മി നടക്കും കുന്നിക്കുയമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരുപോള കണ്ണടയ്ക്കാം, ഒന്നുറങ്ങിടാം, പയ്യെ ക്ഷീണവും മാറ്റാം. ഒരുപോള കണ്ണടയ്ക്കാം, ഒന്നുറങ്ങിടാം, പയ്യെ ക്ഷീണവും മാറ്റാം. മുയലിങ്ങനെ ചിന്തിച്ചു, കുറനേരം ഉറങ്ങിപ്പോൾ. അതിനും മുമ്പാണ് സമ്മാനം നേടി. പത്തുപള്ളി നടക്കുമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ.
ചോറു തരാം, പാട്ടുകൾ പാടിയുറക്കിടാം. അപ്പുക്കുട്ട പോരുന്നു, നീരോട്ടേക്ക് പോരുന്നു. മടിയിലിരുത്തി ചോറു തരാം, പാട്ടുകൾ പാടിയുറക്കിടാം. എന്നുടെ അമ്മ വിളിക്കുന്നു, അമ്പിളി മാമ കേട്ടോളൂ.
പേരാണ് കോവിഡ് എന്ന മഹാമാരി. കൂട്ടരി വരൂ കൈകോർത്തിടാം, ഈ മഹാമാരിയെ തോൽപ്പിച്ചിടാം. കടൽ താണ്ടി വന്നവൻ ഇത്തിരി കുഞ്ഞൻ, ഭീകരൻ വൈറസ്. സോപ്പിട്ട് കൈ കഴുകിയും വീട്ടിലിരുന്നും മാസ്ക് രക്ഷാ കവചമാക്കിയും അകലം പാലിച്ചും നമുക്ക് രക്ഷാ കവചമാകാം. നന്ദി, നമസ്തേ. ഞാൻ റിഫ മെഹറിൻ. മാമ്പഴമുണ്ട് കൊമ്പത്ത്, മാണിക്കമുണ്ട് ചുണ്ടത്ത്, എങ്ങനെ കിട്ടി തെന്തുള്ളി നിങ്ങളുടെ എല്ലാം ചുണ്ടത്ത്, നിങ്ങളുടെ എല്ലാം ചുണ്ടത്ത്. കേറി പറിക്കാൻ പറ്റൂല, ചാടി പറിക്കാൻ പറ്റൂല, കാറ്റിന്റെ തഴങ്ങ് തൊട്ടാലോ, മാമ്പഴം നിലത്ത് വീണാലോ, ഓടിച്ചു നിടുത്താലോ, ചെത്തി ചെത്തി തിന്നാലോ, ചെത്തി ചെത്തി തിന്നാലോ. കൊമ്പുകൾ ചൂളമടിക്കാൻ ശൂരൽ കാടുകളിൽ, തുള്ളി തുള്ളി പറന്നു നടക്കും കുഞ്ഞാറ്റ കിളിയേ. ഇത്തിരി നിൽക്കൂ, നാനും പോരാ നിങ്ങളുടെ കൂട്ടത്തിൽ, പട്ടിണി മാറ്റാൻ അവിലും പഴവും മറ്റു നിനക്കേകാം. കട്ടിലു വേണ്ട, കമ്പിളി വേണ്ട, കാട്ടിലുറങ്ങിടാം. കുത്തിയിരിക്കാൻ പീഠം വേണ്ട, കഞ്ഞി കുടിക്കേണ്ട, ചുള്ളിക്കമ്പുകൾ ചൂരമടിക്കും ചൂരൽ കാടുകളിൽ, തുള്ളി തുള്ളി പറന്നു നടക്കും കുഞ്ഞാറ്റ കിളിയേ. نجدة كبيرة تمشي إلى ركوع، وفي يدي مكازة تغربك الوظيفة. حكومة بريطانية ضحية في الهندية، قتلوا أناسنا برياء، سجنوا سنين في الأذى. حكومة بريطانية ضحية في الهندية، قتلوا أناسنا برياء، سجنوا سنين في الأذى. لجدة كبيرة تمشي إلى ركوع، وفي يدي مكازة تغربك الوظيفة. جدتي كم حسنها، جدتي كم ذكرها، جدتي كم صبرها، جدتي أحبها. جدتي كم حسنها، جدتي كم ذكرها، جدتي كم صبرها، جدتي أحبها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിമണം വീശുന്നൊരു റൗള, പരിസുഗന്ധ മലർവണി റൗള, പാലൊളി വിതറുന്നൊരു റൗള, പാവന മണിമോം റൗള. പരിമണം വീശുന്നൊരു റൗള, പരിസുഗന്ധ മലർവണി റൗള, പാലൊളി വിതറുന്നൊരു റൗള, പാവന മണിമേം റൗള. കത്തിലും ഉത്തമബിരത്തിലും മാതിമുന്നബിയുറങ്ങും ശുഭഭവനം, പുതിയായി മഴീന മണ്ണിൽ പകലോലുദിച്ച പോലെ. താമരപ്പൂവണിയോ താരസുപ്പോ, സ്വർണ്ണത്താര ഉസുവണിയോ സുന്ദരമേ. താമരപ്പൂവണിയോ താരസുപ്പോ, സ്വർണ്ണത്താര ഉസുവണിയോ സുന്ദരമേ. പരിമണം വീശുന്നൊരു റൗള, പരിസുഗന്ധ മലർവണി റൗള, പാലൊളി വിതറുന്നൊരു റൗള, പാവന മണിമോം റൗള. മയിലെ മണവാട്ടിയല്ലേ, മധുരിത മദീനയല്ലേ. മയിലെ മണവാട്ടിയല്ലേ, മധുരിത മദീനയല്ലേ.
പരിയോ താമരപ്പൂവണിയോ താരകുസുപ്പോ സ്വർണ്ണത്താരകുസുവണിയോ സുന്ദരമേ താമരപ്പൂവണിയോ താരകുസുപ്പോ സ്വർണ്ണത്താരകുസുവണിയോ സുന്ദരമേ പരിമണം വീശുന്നൊരു റൗള പരിസുഗന്ധമലർവണി റൗള പാലൊളി വിതറുന്നൊരു റൗള പാവന മണിമോഹം റൗള. മോഹനരാവുകൾ ഇക്കിളി കൂട്ടിക്കടന്നുപോയി ആരോടും അറിയാതെ മാലയിട്ടവൻ എന്നെ സ്വീകരിച്ചു മോഹമുണർത്തുന്ന മോഹനരാവുകൾ ഇക്കിളി കൂട്ടിക്കടന്നുപോയി പ്രിയമുള്ള കുട്ടികളെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, LPS പുല്ലിക്കുന്ന് പ്രധാന അധ്യാപകൻ, അതോടൊപ്പം തന്നെ അവിടുത്തെ സഹ അധ്യാപകർ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, LPS പുല്ലിക്കുന്നിൻ്റെ കോമാനിയ എന്ന പ്രോഗ്രാം ഒരു തുടർ പരിപാടിയായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. തീർച്ചയായും ഈ കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ എങ്ങനെ രസകരമായി ആഹ്ലാദകരമായി
വിജ്ഞാനപ്രദമായി മറികടക്കാം എന്ന് ചിന്തിച്ചതിൻ്റെ ദൃഷ്ടാന്തമാണ് പുല്ലുകുന്ന് ഒരുക്കിയിരിക്കുന്ന കോമാനിയ പ്രോഗ്രാം. തുടക്കം മുതൽ എനിക്കിതിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. അതിൽ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ സമാപനമാണ്. സമാപനം നിങ്ങളെല്ലാവരും ആഘോഷമായി തന്നെയാണ് ആഘോഷമായി തന്നെയാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് പരപ്പനങ്ങാടി BRCയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.